ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് പേഴ്സണൽ ഡെവലപ്മെൻ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും തോറും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂടും. അവരുടെ കഴിവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വളർത്താത്തതുകൊണ്ടാണ് പലരും ജീവിതത്തിൽ തോറ്റുപോകുന്നത്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ നമ്മൾ തന്നെ പണിയെടുക്കണം. ആരും തന്നെ നമ്മളെ സഹായിക്കാൻ വരില്ല. നമ്മളെ രക്ഷിക്കാൻ ഈ ജീവിതത്തിൽ ഒരാൾ മാത്രമേയുള്ളൂ, അത് നമ്മൾ മാത്രമാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു 10-20 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വിഷമം തോന്നുക ചെയ്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കില്ല, ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ചെയ്യിക്കാതിരുന്ന അല്ലെങ്കിൽ ചെയ്ത് തീർക്കാതിരുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. 5 മേഖലകളിലേക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഹെൽത്ത് ആണ് ആദ്യത്തെ മേഖല. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യം, സ്പിരിച്വൽ ഹെൽത്ത് എന്നിവ നിർബന്ധമായും വേണം. ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല വ്യായാമം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൽ വർക്കൗട്ട് ചെയ്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കും. നമ്മൾ ആലോചിക്കുക, നല്ല ഹെൽത്തൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ തടി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. എന്താ ഈ തടി കൂടാനുള്ള കാരണം? ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഇത് കൂടുതൽ വന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആലോചിക്കുക, പരിഹാരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. നമ്മൾ ഭക്ഷണം നല്ല കഴിക്കുന്നുണ്ട്, പക്ഷേ തടി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക, അതിലാവശ്യമുള്ളത് മാത്രം കഴിക്കുക, അതും ഹെൽത്തി ഫുഡ്. നമ്മൾ ഓഫീസിലേക്ക് പോകുന്നത് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പോയി വരുന്നത്, അത് കുറയ്ക്കുക. പോയി വരാനായിട്ട് ചവിട്ടുപടികൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മസിലുകൾക്ക് ആരോഗ്യം ലഭിക്കും, ശരീരം കുറച്ചുകൂടി പുഷ്ടപ്പെടും. നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടെ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. മിക്കവരും പറയുന്ന കാര്യമാണ്, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല, ജോലി ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട രീതിയിൽ ഫോക്കസ് കിട്ടാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഓവർ ചിന്തകൾ എന്നെ മതിക്കുന്നു, പലത് എന്നെ വളരെയധികം അലട്ടുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിയായ രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ അതിന് പരിഹാരം ലഭിക്കും. എന്താ അതിന് പരിഹാരത്തിനുള്ള മാർഗങ്ങൾ? പുസ്തകങ്ങൾ, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയിൽ നമ്മൾ അന്വേഷിക്കുക. അതെല്ലാം വീഡിയോകളും പുസ്തകങ്ങളും നമ്മളുടെ ചുറ്റുമുണ്ട്, നോക്കിയിരുന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായി നമ്മൾ നമ്മുടെ ചിന്തകളെ സദാ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു ഹൈവേയിലൂടെ പലതരം വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? പല രൂപത്തിൽ, പല വലിപ്പത്തിൽ. നമ്മൾ ഏതെങ്കിലും അതിൻ്റെ റോഡിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കി അത് കുറ്റം പറയാറില്ലേ, കമൻറ്റ് പറയാറില്ലേ? അതുപോലെ തന്നെ മാത്രം ചെയ്താൽ മതി ചിന്തകളുടെ കാര്യത്തിലും. പലതരത്തിലുള്ള ചിന്തകൾ വരുന്നതും പോകുന്നതും നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുക. നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുക, ഒന്നും നമ്മൾ ടച്ച് ചെയ്യരുത്. ചിന്തകൾ കുറഞ്ഞ് മനസ്സ് ശാന്തമായി വരുന്നതായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചാൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് താല്പര്യമുള്ള വ്യക്തികളുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക, അവരുമായി ഇടപഴകുക. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ലൈഫ് പാർട്ട്ണറെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ താല്പര്യമുള്ള വ്യക്തികളുമായി മാത്രം ജീവിതം സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജീവിതം കുറേയേറെ മനോഹരമായി മാറും. കല്യാണമൊക്കെ കഴിക്കുമ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് താല്പര്യം വ്യക്തികളുമായി മാത്രം വിവാഹം ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ മാധുര്യം വർദ്ധിപ്പിക്കാൻ ഇടയാകും.